الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ശ്രദ്ധിച്ചോളി, പറയുന്നത് ഒരു ഗൗരവമായ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. കഴിഞ്ഞ ക്ലാസിന്റെ ഒക്കെ ഒരു അനുബന്ധവും അതിന്റെ ബാക്കിയുമാണ്. ലിയുൻദിറമൻകാന ഹയ്യൻ എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ ഒരു വെർഷൻ പറയാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോളി. ആ ഹദീസിൽ വലിയ പാഠമുണ്ട്. ഇന്നൽ മുനാഫിഖ ഇദാ മരിള ثم ഉഅഫിയ കാന കൽ ബഈർ അഖലഹു അഹ്ലുഹു ഫലം യദ്രി ثم അർസലൂഹു ഫലം യദ്രി ലിമ അഖലൂഹു വലം യദ്രി ലിമ അർസലൂഹു. പുണ്യ റസൂൽ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുനാഫിഖായ മനുഷ്യന് ഒരു പരീക്ഷണം വന്ന് ആ പരീക്ഷണത്തിൽ എന്നെ അള്ളാഹു എടുത്തു നീക്കിയാൽ കാന കൽ ബഈർ, അവൻ ഒട്ടകത്തെ പോലെ നിലനിൽക്കും. അഖലഹു അഹ്ലുഹു, ഒട്ടകത്തിന്റെ വീട്ടുകാർ ഒട്ടകത്തെ പിടിച്ച് കെട്ടിയിട്ടു. സുമ്മ അർസലൂഹു, പിന്നെ കെട്ടടിച്ചു വിടുകയും ചെയ്തു. ഫലം യദ്രി ലിമ അഖലൂഹു വലം യദ്രി ലിമ അർസലൂഹു, എന്തിനാണ് കെട്ടിയിട്ടത് എന്നും ഒട്ടകത്തിന് അറിയൂല, എന്തിനാണ് അഴിച്ചിട്ടതെന്നും ഒട്ടകത്തിന് അറിയൂല. ഇതാണ് മുനാഫിഖിന്റെ പരീക്ഷണവും പരീക്ഷണത്തിന്റെ പരിഹാരവും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മർമ്മമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ആഴ്ച മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തെ നിഷ്കാസനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് 45ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ കയറിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരീക്ഷണമുള്ള ഒരു സന്ദർഭമാണിത്. ഈ പരീക്ഷണത്തെക്കുറിച്ച് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷണം അബ്ദിന് അള്ളാഹു നൽകുന്ന അവസരമാണ്. എന്തിന്? അള്ളാഹുവിലേക്ക് അടുക്കാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് വളരെ ഗൗരവമായി നിങ്ങളും ഞാനും ചിന്തിക്കണം. വെറുതെ ആവശ്യമില്ലാതെ വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മൾ വീര്യം കെടാൻ പാടില്ല. ഇത് അള്ളാഹു നൽകുന്ന അവസരമാണ്. ഇത് നേരെ അട്ടിമറിച്ച് മറ്റൊരു കോലത്തിലാക്കാൻ ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന് കഴിയുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇതെന്താണ് ഈ അവസ്ഥ? നിരാശ ബാധിച്ചാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ നിരാശ കൊണ്ട് കാഫിറാകുമെന്ന് സൂറത്ത് യൂസുഫ് പറയുന്നത് ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഓർമ്മണ്ടോ അവ നിങ്ങൾക്ക്? അതിന് 3 ന്യായങ്ങളാണ് അവിടെ ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നത്. എന്ത്? നിരാശ ബാധിച്ചാൽ ഒരു മനുഷ്യൻ കാഫിറാകും. ഫലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറാകുമ്പോഴാണ് ഒരു സമൂഹം കാഫിറാകുമ്പോഴാണ് നിരാശ ബാധിക്കുക. നിരാശ വന്നാൽ കാഫിറാകും. എന്താണ് ഈ നിരാശയും കുഫറും തമ്മിലുള്ള ബന്ധം? ഒന്ന്, നിരാശ ബാധിക്കണമെങ്കിൽ 3ൽ ഒരു ധാരണ നിരാശ ബാധിക്കുന്നവനുണ്ടായിരിക്കണം. 3ൽ ഒരു ധാരണ. ഒന്ന്, എന്റെ പ്രയാസം അള്ളാഹു അറിയുന്നില്ല. അപ്പോൾ അള്ളാഹുവിനെ ജഹ്ലിലേക്ക് ചേർത്തു. അപ്പോൾ അവൻ കാഫിറായി. 2, അള്ളാഹു എന്റെ ഈ പ്രയാസം അള്ളാഹു അറിയുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിനെ ഇതിലൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ അവൻ അള്ളാഹുവിനെ അജ്സിലേക്ക്, അശക്തിയിലേക്ക് ചേർത്തു. അപ്പോഴും അവൻ കാഫിറായി. 3, അള്ളാഹുവിനെ അറിയും, അള്ളാഹുവിന് കഴിയുകയും ചെയ്യും, പക്ഷേ അള്ളാഹു ചെയ്യൂല. അള്ളാഹു മടിയനാണ്, അല്ലെങ്കിൽ ലുബ്ധനാണ്. രണ്ടാണെങ്കിലും അള്ളാഹു മടിയനാണെന്ന് പറഞ്ഞാലും കാഫിറാകും, അല്ലെങ്കിൽ ലുബ്ധനാണെന്ന് പറഞ്ഞാലും കാഫിറാകും. അതുകൊണ്ട് നിരാശ ബാധിച്ച ആൾ ഉടനെ കാഫിറാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനാണ് പറഞ്ഞത്. ييأس من روح الله إلا القوم الكافرون. കൗം എന്ന് പറഞ്ഞാല്
പിന്നെ വൈയക്തികമായി ഒരു മനുഷ്യന് സ്വാഭാവികമായും ചില പരീക്ഷണങ്ങളിലൊക്കെ നിരാശ വരാം. സമൂഹം ഒന്നായിട്ട് നിരാശപ്പെടുക. പക്ഷെ ഈ നിരാശപ്പെടൽ വരും ടോക്കുകൾ തന്നെ എങ്ങനെയാകുക? എല്ലാവരുടെ സംസാരവും ഒരു വീര്യല്ലായ്മ, പറഞ്ഞത് മുഴുവനും ഒരു വീര്യല്ലായ്മ, കേട്ടത് മുഴുവനും വീര്യല്ലായ്മ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ആയത്ത് കൂട്ടിയാൽ ഖുർആനിൽ സ്വർഗത്തിന്റെ ആയത്തുകൾ കൂടും. കാരണം പ്രതീക്ഷ. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ റജാഇ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് നിലകൊള്ളുക. ഇദാ വുസിന, രണ്ടിനെയും തൂക്കപ്പെട്ടാൽ റജഹ റജാഉ, പ്രതീക്ഷയാണ് മുൻതൂക്കം തൂങ്ങുക എന്ന് മുഹമ്മദ് മുസ്തഫ. പേടിയല്ല. എന്താണ് കൂടുക? പ്രതീക്ഷയാണ് കൂടുക. പേടിക്കണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന ഒരു കാര്യം, പ്രതിസന്ധിയിലൂടെ അല്ലാതെ ഇസ്ലാം ലോകത്ത് ഉണ്ടായിട്ടാണില്ല, ഒരു കാലത്തും ഇല്ല. പൂർണ്ണമായി ശത്രു അടങ്ങിയ ഒരു കാലം ഇസ്ലാമിന് ഇല്ല. ഒറിജിനൽ നബി വഫാത്തായപ്പോൾ വ്യാജ നബി ജീവിച്ചു. ഒറിജിനൽ നബി വഫാത്താകുമ്പോൾ വ്യാജ നബി ജീവിക്കുകയാണ്. മദീനയിൽ നിന്ന് ഈ മുത്ത് മുഹമ്മദ് മുസ്തഫ വ്യാജന് കത്തയച്ചിട്ടുണ്ട്. മിൻ മുഹമ്മദിർ റസൂലില്ലാഹി ഇലാ മുസൈലിമത്തൽ കസ്സാബ്, അള്ളാഹുവിന്റെ സത്യദൂതനായ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളവാദിയായ മുസൈലിമക്കുള്ള ക്ഷണക്കത്ത്. ഇത് നിർത്തി നീ ഇസ്ലാമിന് വഴിപ്പെടണം. പിന്നെ ഏറെ കഴിയാതെ മുത്തുനബി വഫാത്തായി. ആര് ജീവിച്ചു? മുസൈലിമ ജീവിച്ചു. ശത്രു അപ്പോഴും ബാക്കിയ. ചിന്തിക്ക്. പിന്നെന്താ സയ്യിദുനാ സിദ്ദീഖ് ചെയ്തത്? സിദ്ദീഖ് ഒരേ സമയത്ത് ഷാമിലേക്ക് പട പറഞ്ഞയച്ചു, അതേ സമയത്ത് മുസൈലിമയുടെ അടുത്തേക്ക് പട പറഞ്ഞയച്ചു. അതേ സമയത്ത് സക്കാത്ത് നിഷേധിച്ചവരോട് സമരം ചെയ്യാൻ തയ്യാറായി സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രയാസങ്ങളുടെ പ്രയാസം അഭിമുഖീകരിച്ചാണ് സയ്യിദുനാ സിദ്ദീഖ് വന്നത് റളിയല്ലാഹു അൻഹു. ഓരോ ദിവസവും സിദ്ദീഖിന് ഒരു മരണം പോലെയിരുന്നു. ഓരോ ദിവസവും പ്രതിസന്ധിയുടെ നടുവിലാണ് സിദ്ദീഖ് ജീവിച്ചത് റളിയല്ലാഹു അൻഹു. പക്ഷേ സിദ്ദീഖ് പായ കിടന്ന് മരിച്ചു. കാരണം ജീവിതകാലത്ത് തന്നെ ഷഹീദായ കളി കളിച്ച ആളാണ് ആര്? സിദ്ദീഖ്. എന്നാൽ 3 ഖുലഫാക്കളും വെട്ടും കുത്തും കൊണ്ട് മരിച്ചു. 3 ആളും വെട്ടുകൊള്ളുന്നത് മുസ്ലിമീങ്ങളുടെ നടുവിൽ. എന്നാൽ യുദ്ധവുമല്ല. യുദ്ധത്തിൽ വെട്ടുകൊണ്ടൽ സ്വാഭാവികം. രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് നിസ്കാരത്തിൽ വെട്ടുകൊണ്ട് മരിച്ചു. മൂന്നാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാനെ മദീനയിൽ വീട് വളഞ്ഞു കൊന്ന് മുസ്ലിമീങ്ങളുടെ നടുവിൽ. നാലാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൂഫയിൽ വെച്ച് കൊന്നു റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിനെ കൂഫയിൽ വെച്ച് കൊന്നു റളിയല്ലാഹു അൻഹു. കൂഫയിലെ ആളുകളെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഇതാ കൂമു എന്ന് പറഞ്ഞ് വീടുകൾക്ക് അടിച്ചുകൊണ്ട് നടക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി. ഹിജ്റ 40 റമളാൻ 17 ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന്. അപ്പോൾ ഖവാരിജ് ഓടി വന്നിട്ട് കഴുത്തറുത്തണം വന്നു. ആരാണ് കൊന്നത്? ഖവാരിജ്, ഉള്ളിലുള്ളവര്. ആ ഖവാരിജിനോ അലി ബിൻ അബി ത്വാലിബിനേക്കാൾ താടി, അലി ബിൻ അബി ത്വാലിബിനേക്കാൾ തലയെക്കെട്ട്, അലി ബിൻ അബി ത്വാലിബിനേക്കാൾ ഖുർആൻ ഓടുന്നവര് അവരാ വന്നത്. ചിന്തിച്ചോക്ക്. 4 ഖലീഫമാരും പ്രയാസപ്പെട്ട് മരിച്ചവരാണ്. 4 ഖലീഫമാരും. ഒന്നാമത്തെ ഖലീഫ അബൂ ഹനീഫത്ത് നുഅ്മാനെ കാരാഗ്രഹത്തിലിട്ട് അടിച്ചു കൊന്നു. ഒന്നാമത്തെ ഇമാമ് അബൂ ഹനീഫത്ത് നുഅ്മാനെ റളിയല്ലാഹു അൻഹു കാരാഗ്രഹത്തിലിട്ട് അടിച്ച് മരിച്ചു. അടി കൊണ്ട് മരിച്ചു അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു.
അതേപോലെ പ്രയാസമേറ്റു ബഹുമാനപ്പെട്ട സയ്യിദ്ന മാലിക് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അടി കിട്ടിയ ഇമാമുന ഷാഫിഈ. അഹമ്മദ് ബിൻ ഹംബൽ മൂത്രിക്കാൻ ഇരുന്ന ചോരട് വാത്തും, അങ്ങനെ മരിച്ച്. ജയിലിലിട്ടടിച്ച്, രാജാവ് ജയിലിലിട്ടടിച്ചിട്ടാണ് കൊന്നത്. ആരെ? അഹമ്മദ് ബിൻ ഹംബൽ. ഇന്ന് കോടിക്കണക്കായ അനുയായികളുടെ നേതാക്കന്മാരാണ് അവരൊക്കെ. പിന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരാൾ ഇമാം ബുഖാരിയാണ്. ഇമാം ബുഖാരിയെ സ്വന്തം നാട് നിവർത്താക്കി. ആരാ ഇമാം ബുഖാരി? അങ്ങനെ രാങ്കുട്ടി പിന്നെ ഉണ്ടായിട്ടില്ല. താരിഖുൽ കബീർ എഴുതിയിട്ട് ഉസ്താദിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ സെഹറുൻ, ഇത് സെഹറാണ്, ഇത് മനുഷ്യനെ ചെയ്യാൻ കഴിയില്ല. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹുവിനെ താരിഖുൽ കബീർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. താരിഖുൽ കബീർ എവിടുന്ന എഴുതിയത്? റൗളയിൽ ഇരുന്നിട്ട് നിലാവെളിച്ചത്തിൽ എഴുതും. അങ്ങനെ താരിഖുൽ കബീർ എഴുതി തീർത്ത്. നിലാവെളിച്ചത്തിരുന്ന് എഴുതുക. അങ്ങനെയാണ് താരിഖുൽ കബീർ എഴുതിയത്. ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. 16 കൊല്ലം കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി എഴുതിയത്. 16 കൊല്ലം കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി എഴുതി. അതിന്റെ ഹെഡിങ് മുഴുവൻ റൗളയിൽ ഇരുന്ന് എഴുതി. പിന്നെ ഹറമിൽ ബാക്കി എഴുതി. 16 കൊല്ലം ഹറമിൽ ഇരുന്ന് എഴുതിയതാണ് സ്വഹീഹുൽ ബുഖാരി. എന്താ ചെയ്ത സേവനം! അവസാനം ചെന്ന നാട്ടിൽ മുഴുവൻ പ്രശ്നമുണ്ടായി. 2 മർഹല ദൂരം നിന്ന് കമാനങ്ങൾ ഉയർത്തിയാണ് നൈസാബൂറിലേക്ക് ബഹുമാനപ്പെട്ട ബുഖാരിമിനെ സ്വീകരിച്ച്. തിരിച്ചു പോരുമ്പോൾ ഒരൊട്ടകവും ഒരു വേലക്കാരനും മാത്രം നാട്ടിൽ പുറത്താക്കി. എന്താ കഥ! ഈ അത്ര അത്ഭുതത്തൊന്നും തോന്നുന്നില്ല. എന്താ ഞാൻ പറഞ്ഞേ? 2 മർഹല എന്ന് പറഞ്ഞാൽ 130 ചില്ലാനം കിലോമീറ്റർ ദൂരത്ത് നിന്ന് കമാനങ്ങൾ ഉണ്ടാക്കി പാതയോരങ്ങളിൽ. ആരെ സ്വീകരിക്കാൻ? അങ്ങനെയാണ് ഒട്ടകപ്പുറത്ത് കൊണ്ടുവന്നത് ബുഖാരി ഇമാമിനെ നൈസാബൂറിലേക്ക്. ആ നൈസാബൂറിൽ 5 കൊല്ലം കഴിഞ്ഞ് ബുഖാരി ഇമാമ തിരിച്ചു പോകുമ്പോൾ നാട്ടുകാർ പുറത്താക്കുകയാണ്. ഇത് നമ്മൾ വിചാരിച്ച ആളല്ലാണ്ട്. പുറത്താക്കുമ്പോൾ ബുഖാരി ഇമാമിനെ ഒന്നും കൂടെ പോകാൻ ആളില്ല. ഒരൊട്ടകവും വേലക്കാരനും മാത്രം. പുറത്താക്കാൻ കാരണം എന്നെപ്പോലത്തെ ആളുകളൊക്കെ ദുനിയാവിലുണ്ട് തന്നെ കാരണം. ഒന്നും വിചാരിക്കരുത്. അന്തല്ലാത്ത മനുഷ്യന്മാര് ഓര് വിചാരിച്ച തന്നെ പറയണല്ലോ മൂല്യന്മാര്. അതെന്നെ മൂല്യരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച് പറയണ്ടേ? അല്ലെങ്കിൽ പ്രശ്നമല്ലേ? അന്നെ ഒരു വിചാരിച്ച് പറഞ്ഞില്ല. മൂപ്പര് കിട്ടുന്നത് പറഞ്ഞു. നമ്മൾ വിചാരിച്ച ആളല്ലത് കള്ളനാണ് കാരണം. സദസ്സിന്ന് പ്രശ്നം ഉണ്ടാക്കി. സദസ്സിലിട്ട് മാനം കെടുത്തി. എല്ലാവർക്കും തിരിയണ പോലത്തിലല്ല ബുഖാരി ഇമാം പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ള മൂല്യന്മാരും പ്രശ്നമാക്കി. അതൊന്നും അങ്ങനെയല്ല അതിന്റെ മസലായിരുന്നു. പിന്നെ ബുഖാറയിൽ പോയി. ബുഖാറയിൽ ചെന്നപ്പോൾ ബുഖാറയിലെ രാജാവ് കൊട്ടാരത്തിൽ ദർസ് നടത്താൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൊട്ടാരത്തിൽ ദർസ് നടത്തൂല, ജുമാഅത്തുള്ളിക്ക് ദർസ് നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കൊട്ടാരത്തിലെ രാജകുമാരന്മാർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ പറഞ്ഞു രാജകുമാരന്മാർ പള്ളിയിലേക്ക് വന്നോട്ടെ. അപ്പോൾ പറഞ്ഞു എന്നാ കൊട്ടാരത്തിൽ ഒരു ദിവസം ജുമാഅത്ത് പള്ളിയിൽ വേറെ ദിവസം ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു ഫക്കീറന്മാർക്ക് ഒരു ദിവസം മുലാൽമാർക്ക് വേറെ ദിവസം അത് നടക്കൂലാറും. അപ്പോൾ പറഞ്ഞു എന്നാ കൊട്ടാരത്തിൽ വന്ന വലിയ പാരിതോഷികം വേണ്ട തരാറും, പാരിതോഷികം എനിക്ക് ആവശ്യമില്ലാറും. അപ്പോൾ പറഞ്ഞു എന്നാൽ ജുമാഅത്ത് പള്ളിക്കലും ശമ്പളം കൊടുക്കണത് ഞാൻ തന്നെയാണ് ആറും, എന്നാ ശമ്പളം വേണ്ടാറും. അപ്പോൾ പറഞ്ഞു ജുമാഅത്ത് പള്ളി ഞാൻ രാജാവായ രാജ്യത്താണ്, ഇവിടുന്ന് പുറത്തു പോകണമെന്നാണ്, പുറത്തു പോയിക്കോളാം. അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാവരും ലോകത്തു നിന്ന് ആട്ടി. ആരെ പറയടാ? ബുഖാരി ഇമാമിനെ ഒരു നാട്ടിലും ബുഖാരി ഇമാമിനെ നിക്കക്കളില്ലാതെ ആട്ടി. ചെല്ലിനോടത്തൊക്കെ ആട്ടന്നെ. അത് സ്വീകരിക്കും പിന്നെ ആട്ടും.
അവസാന കാലത്ത് സ്വന്തം നാട്ടിൽ പോയതാ, അവിടുന്ന് പുറത്താക്കി. അവസാനം ബുഖാറയിൽ നിന്ന് സമർക്കന്ദിലേക്ക് പോവുകയാണ്. സമർക്കന്ദിലാണ് ഖബർ. പോകുമ്പോൾ ഒട്ടകപ്പുറത്ത് കയറാൻ വയ്യ, അത്രയും കുഴഞ്ഞ് ക്ഷീണിച്ച്. രണ്ടാള് കൂട്ടിപ്പിടിച്ച് പൊന്തിച്ച് പിടിച്ചാണ് ഒട്ടകപ്പുറത്ത് കയറ്റുന്നത്. ആ യാത്രയിലാണ് മരിച്ചത്. എന്നിട്ടും പുറത്താക്കി നാട്ടുകാർ. ഈ സാധനം ഇവിടെ വേണ്ടായിരുന്നു. അങ്ങനുണ്ട്. ഒട്ടകപ്പുറത്ത് കയറുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ, നാട്ടുകാർക്കൊന്നും പിന്നെ ആവശ്യമില്ലെങ്കിൽ ഫഖ്ബിൽനിയിലേക്കാ, നീ നിന്നിലേക്ക് എന്നെ പിടിച്ചുകൊള്ളുക എന്ന് ദുആ ചെയ്തു. ആ യാത്ര അടുത്ത ഗ്രാമത്തിലിറങ്ങി അവിടെ മരിച്ചു. മരിച്ചിട്ട് മറവ് ചെയ്തപ്പോൾ ദിവസങ്ങളോളം ഖബറിൽ നിന്ന് കസ്തൂരി വാസനിക്ക. ജനങ്ങൾ ഖബറിലെ മണ്ണ് മാന്തിക്കൊണ്ടേ. അവസാനം സമർക്കന്ദിലെ രാജാവ് ഖബറിന് ബാരിക്കേഡ് കിട്ടി. فخرج نور من قبره إلى عنان السماء. ഖബർ മുതൽ ആകാശം വരെ ഒരു വെളിച്ചങ്ങനെ പ്രകാശിച്ചു നിൽക്കും. രാത്രിയായാലും മാസങ്ങളോളം. മേലെന്ന് താഴത്തേക്കല്ല പ്രകാശം, മേലക്ക്. കഷ്ടപ്പെടുത്തിയ നാട്ടുകാർ മുഴുവൻ മാപ്പ് പറഞ്ഞു. അപ്പോഴത്തിന് ആള് മരിച്ചു പോയി. എന്ത് ചെയ്യും? കഷ്ടപ്പെടുത്തിയ നാട്ടുകാർ മുഴുവനും മാപ്പ് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തിന് ആള് മരിച്ചുപോയി. പുറത്താക്കിയ രാജാവ് 1 മാസത്തിനുള്ളിൽ സ്ഥാനഭ്രഷ്ടനായി. അയാൾ പിന്നെ ഖേദിച്ച് ജീവിച്ചു. പക്ഷെ ആള് മരിച്ചില്ലേ? മുസ്ലിം ഹജ്ജാജാണ് ബുഖാരിയേക്കാൾ വലിയ മഹാൻ എന്ന് പലരും വിളിച്ചു വന്നു. മുസ്ലിം നാടാകെ പറഞ്ഞു ഞാനല്ല വലിയ ആൾ ആരെന്നെയാ? ബുഖാരി തന്നെയാണ്. അപ്പോഴും ജനങ്ങൾ പറഞ്ഞു അത് മുസ്ലിം വെറുതെ പറയാണ്. വലിയ ആൾ ആരാണ്? മുസ്ലിം. അതിന് പറയാൻ കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? ജനങ്ങൾക്ക് ആരോട് ഇഷ്ടമല്ല, ബുഖാരി ഇമാമിന് ഇഷ്ടമല്ല. അപ്പൊ അത് ഇങ്ങോട്ട് വരണം. അതിനുവേണ്ടി ആരെ വലിയതാക്കുക? മുസ്ലിമിനെ വലിയതാക്കുക. മുസ്ലിം പറയും ഞാൻ ബുഖാരിയുടെ മണ്ണ് ചുംബിക്കാൻ മാത്രമല്ല. അത്രയും മോശമാണ്. മുസ്ലിമാണോ ബുഖാരിയാണോ വലിയതെന്നൊരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാന അസൂയാണ്. ഇതാണ് കാരണം. അപ്പൊ നോക്ക്, നിങ്ങൾ ഇങ്ങനെ മരിച്ച് ലോകത്ത് മനുഷ്യന്മാരായ മനുഷ്യന്മാരൊക്കെ കഷ്ടപ്പെട്ട് മരിച്ചവരാണ്. ചിന്തിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഒരു പ്രശ്നം എന്നത് നമുക്കൊരു പ്രശ്നമായി തോന്നരുത്. അള്ളാഹു നമ്മളെ ദുനിയാവിൽ പടച്ചത് തന്നെ പ്രശ്നത്തിനാണ്. ഈ മൈക്കിക്ക് ചോദിക്കാൻ അവകാശമല്ല, എന്തിനാണ് ഇയാൾ എന്നെ ഇന്റെ മുന്നിൽ നിന്ന് ഒച്ചയിടുന്നതെന്ന് പറയാൻ ഈ മൈക്കൊക്കെ അവകാശമല്ല. കാരണം ഈ മൈക്കെ പഠിച്ചത് വേറൊരാളിന്റെ മുന്നിൽ നിന്ന് ഒച്ചിടാൻ വേണ്ടിയാണ്. ഞാൻ പറയാൻ അവകാശമല്ല. എന്നതുപോലെ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫം ഷഹജിൻ നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. പരീക്ഷണമാണ് ഇത് പരീക്ഷണത്തിന്റെ നാടാണ്. അപ്പൊ ലോകത്ത് നമ്മൾ എന്നത്തെ ഇതൊന്നും ബേജാറാവണ്ട. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണിത്. ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം. പരീക്ഷണത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നാൽ പരീക്ഷണത്തിൽ നമ്മൾ സമുദായ ശരീരത്തോടു കൂടെ ഒട്ടിനിൽക്കണം. ഹബീബായ റസൂലുള്ള പറഞ്ഞു, മസലുൽ മുഅ്മിനി കശജറത്തിൻ ലാ തതനാഥറു ഔറാഖുഹ യാബിസ അദ്രികുനി മാ ഹിയ. മുഅ്മിനീങ്ങളെ ഉദാഹരണം ഒരു വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിന്റെ ഇല ഉണങ്ങിയാൽ പോലും തണ്ടിൽ നിന്ന് കൊഴിഞ്ഞു വീഴുകയില്ല. അതാണ് മുഅ്മിനിന്റെ ഉദാഹരണമെന്ന് മുഹമ്മദ് മുസ്തഫ. അദ്രികുനി മാ ഹിയ, ഏതാണ് ആ വൃക്ഷം? റസൂലുള്ള സദസ്സിനോട് ചോദിച്ചു. ആർക്കും കിട്ടിയില്ല. ഇബ്നു അബ്ബാസിന് കിട്ടും, പക്ഷെ പറയാൻ മടി. ഇബ്നു ഉമറിന് കിട്ടും, പറയാൻ മടി. കാരണം മുന്നിൽ ബാപ്പ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ പറയാന്ന് വെച്ച് ബാക്കിലിരുന്നു. മനസ്സിലായില്ല. പുണ്യ റസൂൽ തങ്ങൾ മസലുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം കശജറത്തിന്, ഒരു മരത്തെ പോലെയാണ്. ലാ തതനാസറു ഔറാഖുഹൽ യാബിസ, അതിന്റെ ഉണങ്ങിയ ഇലകൾ പോലും
തണ്ടിൽ നിന്ന് വീഴുകയില്ല, പറ്റി പിടിച്ചു നിൽക്കും. അതിരിക്കുനി മാഹിയ, പറയൂ ആ വൃക്ഷം ഏതാണ്? ആരും പറഞ്ഞില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, അന്നഖുലു, അത് ഈത്തപ്പനയാണ്. ഈത്തപ്പന ഇല കൊഴിഞ്ഞാടൂല, തണ്ട് വീഴാന്നല്ലാതെ എന്താവൂല, ഇല തണ്ട് വന്ന് പോവില്ല, അവിടെ കിടക്കും. ഏതുപോലെ 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 തെങ്ങ് തെങ്ങ് ഒക്കെ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഒന്നായിട്ടൊന്നും പൊളിഞ്ഞാടിയുള്ളൂ. എന്തില്ല, പ്ലാവും മാവും പോലെ എന്താവൂല, ഇലറ്റ കഴിഞ്ഞാടൂല. അതായത് ഒട്ടിപ്പിടിച്ചിക്കും, ലാസ്റ്റ് വരെ ഒട്ടിപ്പിടിച്ചിക്കും. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, ഈ കാലഘട്ടം മുഅ്മിനീങ്ങൾക്ക് വലിയ പരീക്ഷണം ഉണ്ടാകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ പരീക്ഷണം മുസ്ലിമീങ്ങളെ ബാധിക്കും. എവിടെയും ഉണ്ടാവും. യൂശിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അകലതു ഇലാ ഖസഅതിഹാ എന്ന് പുണ്യ റസൂൽ. നമുക്ക് ഈ ഹദീസ് തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇപ്പൊ തന്നെ ഇരുന്നിട്ട് കുറെ കാലമായി ഹദീസ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. സുപ്രയുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ഭക്ഷണത്തെ വലിച്ചു വാരുന്നത് പോലെ ലോക സമൂഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് കൈനീട്ടി വാരുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ, അതായത് അതായത് എന്താണെന്നറിയോ, നിങ്ങളെ തീർക്കുക, നിങ്ങളിലൂടെ ലാഭത്തെ തീർക്കുക. നിങ്ങൾ മൊത്തം അവർക്ക് ലാഭമായിരിക്കും. നിങ്ങളെ വലിച്ചിങ്ങനെ വാരുക, നിങ്ങളെ ഇല്ലാതാക്കുക, നിങ്ങളെ ലാഭമെടുക്കുക, നിങ്ങളതല്ലാതാക്കുക. ഇതാണ് ഇരിക്കും ലോകരാജ്യങ്ങളുടെയും സമൂഹങ്ങളുടെയും ലക്ഷ്യമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ട്രംപിനെ ബേജാറാവൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒന്നും കൂടി വിശ്വസിക്കാനൊരു ചാൻസ് ആണ് ഇവിടെ ആര് വരുന്നത്, അത്രയേ ഉള്ളൂ. ബേജാറാവൊന്നും വേണ്ട. നമ്മളിങ്ങനെ നോക്കാം. ഒരു സുപ്രയിൽ തളികയിൽ കൊണ്ടുവന്നിട്ട് പൊരിച്ച കോഴി വെച്ച് നോക്കുക. പൊരിച്ച കോഴി വെച്ചാൽ ഇനി ആളുകൾ ഇങ്ങനെ കൈന്ന് കിട്ടും. എന്തിനാ കൈന്ന് കിട്ടുന്നത്? ഈ കോഴിയെ പറ്റി നമ്മൾ പറഞ്ഞു നോക്കിയാൽ, ഇവർ കൈ നീട്ടുന്നതിന് മുമ്പ് കോഴിയുടെ ഇറച്ചി കോഴിയുടേതാണ്. ഇവർ കൈ നീട്ടിയാൽ ഇറച്ചി ഇവരുടേതായി. കോഴിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയൂല. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ല. പുഴുങ്ങിയ മന്തി കോഴി ഇങ്ങനെ വെച്ച്, മന്തിയാകുമ്പോൾ ഒന്നും കൂടി എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വേഗം മന്തി തന്നെ പറഞ്ഞത്. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പുഴുങ്ങിയ മന്തിക്കോഴി ഇങ്ങനെ വെച്ച്, മറ്റേ എണ്ണയിലിട്ടാൽ ഒന്നും കൂടി എന്താവുന്നറിയോ, ബാറം പിടിക്കാൻ ടൈറ്റ് ഉണ്ടാവും. നമ്മൾ മന്തിയാണ്, നമുക്ക് ബാറൊന്നും ഉണ്ടാവില്ല, വേഗം ഭാര്യ. അപ്പൊ ഇങ്ങനെ കോഴി വെച്ച്, കോഴി ഇങ്ങനെ വെക്കുമ്പോൾ ഇപ്പോൾ തടി ആരുടേതാണ്? ബഹുമാനപ്പെട്ട കോഴിയുടേതാണ് തടി. ഇനി എന്താവും? ഇങ്ങനെ വാരുന്നതിനനുസരിച്ച് ആരുടേതാവും? അതങ്ങനെ മറ്റുള്ളവരുടേതായി പോകും. ഈ ചുറ്റും ഇരിക്കുന്ന ആളുകളിൽ ഏറ്റവും വലിയവൻ ആരായിരിക്കും? ഏറ്റവും വാരിയവനായിരിക്കും. മറ്റേ കുറച്ച് കിട്ടിയവൻ ഇതിൽ മോശക്കാരനായതുകൊണ്ടല്ല, വല്യോനോട് പേടിച്ചിട്ട് മറ്റോ കുറച്ചേ വാരിയുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ല? ഈ ഹദീസ് തന്നെ മുന്നിൽ വെച്ചാല്, അതായത് കൂടുതൽ വാരിയ അമേരിക്ക മോശവും, കൂടുതൽ മോശവും അത്ര വാരാത്ത ഫ്രാൻസ് സാലിഹും അങ്ങനെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഇവർക്കെല്ലാം എന്താണ് ഉണ്ടാവുക ലക്ഷ്യം? ഈ കോഴി അങ്ങനെ വാരി തിന്നലാണ്. പക്ഷെ എന്താണെന്നറിയോ, മുന്നിലിരിക്കുന്നവനെ പേടിച്ചിട്ടാണ് എന്താവുന്നത്, ഇവര് കുറച്ച് വാരുന്നത്. ഞാൻ എന്റെ പെങ്ങളിൽ 3-4 ആളെ കൂട്ടി ഭക്ഷണത്തിന് കൂട്ടുപോയി നോക്കി. സാധാരണ എന്നെ ഭക്ഷണത്തിന് വിളിച്ചാൽ ഞാനല്ല തിന്ന, എന്റെ പേരിൽ വേറുള്ളവരാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പരമാർത്ഥം പോലെ. അപ്പൊ ഇങ്ങനെ എന്താണെന്നറിയോ, ഇങ്ങനെ എന്താണ് ചെന്നിരുന്നാല്
ഇവര് പലരും ആദ്യം ചെയ്യാ എനിക്ക് തോനെങ്ങനെ വായിലിട്ട് തരും. എന്തിനാ വരെ എനിക്ക് വായിലിട്ട് തരുന്നറിയാം? ഇന്നെ തൃപ്തിപ്പെടുത്തലാണ്. കാരണം ഉള്ളതിനെ മൂപ്പോരി ഇവര് തിന്നാൽ അടുത്ത പരിപാടിക്ക് വരെ കൂട്ടൂല. മനസ്സിലായോ? ഇതന്നെ അപ്പോൾ അമേരിക്കയേക്കാൾ സാലിയാവൂല റഷ്യ. എല്ലാവർക്കും നമ്മളെ വാരി തിന്നണ പണിയെടുക്കും. ഇപ്പോൾ ഈ കൊല്ലത്തോടു കൂടി മുസ്ലിമീങ്ങൾ, കഴിഞ്ഞ കൊല്ലാവസാനം ഈ കൊല്ലത്തോടുകൂടി മുസ്ലിമീങ്ങൾ റഷ്യൻ ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നു. റഷ്യൻ ഭാഗത്തേക്ക് മുസ്ലിമീങ്ങൾ ചാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ റഷ്യ അമേരിക്കയേക്കാൾ അപകടകാരിയാണ്. ഫയഖ്ദിറൂന, അവസാനം റഷ്യക്കാർ മുസ്ലിമീങ്ങളെ ചതിക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇവരമിൽ ഭയങ്കര ബന്ധമുണ്ടായിരിക്കും. ആര്? റഷ്യയും അമേരിക്കയും തമ്മിൽ ചതിക്കും എന്ന് പുണ്യ റസൂല് ചതിക്കും. മുസ്ലിമീങ്ങൾ സ്വാഭാവികമായി റഷ്യൻ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കും. എന്നാൽ റഷ്യക്കാർ ഫയഖ്ദിറൂന, അവർ നിങ്ങളെ ചതിക്കും. ഒരു ബൈത്തുണ്ടല്ലോ, അസ്ഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഖുദ്ദാമി. റഷ്യക്കാർ അവസാന കാലത്ത് ദജ്ജാലിന്റെ ആളുകളായിരിക്കും. പക്ഷെ നിങ്ങളെ ഒപ്പിച്ചിങ്ങനെ നിൽക്കും അവർ കുറച്ചു കാലം. അതൊരു ചതിയായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടെന്നറിയോ ജനങ്ങളെ? നമ്മൾ പ്രയാസങ്ങൾ അധികരിച്ചാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇരുട്ട് അധികരിക്കുക നേരം വെളുക്കാൻ അടുക്കുമ്പോഴാണ്. അടുത്ത് തന്നെ പ്രയാസങ്ങളെ പരിഹരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും തന്നെ ഒരു നേരം വെളുക്കാനായ സമയത്ത് ഇരുട്ടാവും. ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങളത്? കട്ടിലരിച്ചിരും. പിന്നെയാണ് കിഴക്ക് വെള്ളം കീഴുക. فلا أقسم بالخنس الجوار الكنس فلا أقسم بالخنس الجوار الكنس فلا أقسم بالخنس الجوار الكنس. മറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കൊണ്ടും നീങ്ങിപ്പോകുന്ന നക്ഷത്രങ്ങളെ കൊണ്ടും മാഞ്ഞു പോകുന്ന നക്ഷത്രങ്ങളെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. അപ്പോൾ മറഞ്ഞു നിൽക്കുന്ന നക്ഷത്രം, നീങ്ങിപ്പോകുക, മാഞ്ഞു പോവുക. അപ്പോൾ എന്തായി? എന്താണ് ഉറങ്ങുന്നത്? മറഞ്ഞു പോയ നക്ഷത്രം, നീങ്ങിപ്പോയ നക്ഷത്രം, മാഞ്ഞുപോയ നക്ഷത്രം. ഇപ്പൊ എന്തായി? ഇരുട്ട്, കട്ടിയുടെ ഇരുട്ട്. ഇനി അടുത്ത വാക്ക് പ്രതീക്ഷ. കരിമ്പടം മടക്കാൻ ഒരുങ്ങുന്ന രാത്രിയെ കൊണ്ടും. ഇനി സ്വാതന്ത്ര്യമാണ് അടുത്ത ആയത്ത്. ശ്വാസം വിട്ട് പുറത്തു വരുന്ന പ്രഭാതത്തെ കൊണ്ടും. അതായത് മാഞ്ഞുപോയ നക്ഷത്രങ്ങൾ, മറഞ്ഞുപോയ നക്ഷത്രങ്ങൾക്ക് ശേഷം കട്ടികൂടി ഇരുട്ട്. അതിന് മനസ്സിലാക്കാം രാത്രി കരിമ്പടം മടക്കിക്കൊണ്ടിരിക്കുകയാണ്, തീരാണ്. ശ്വാസം വിട്ട് മെല്ലെ 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 ആര് വരികയാണ്? പ്രഭാതം വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പേടിക്കൊന്നും വേണ്ട, ആരും പേടിക്കണ്ട. പ്രയാസങ്ങൾ അധികരിച്ചാൽ അള്ളാഹുവിന്റെ സഹായം അടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ സന്ദർഭത്തിൽ അള്ളാഹു നമ്മളെ വല്ലാതെ പരീക്ഷിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തിന്റെ ഒരു സൊല്യൂഷൻ പറയാനാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, സതകൂനു ഫിതനുൻ, ഫിത്നകൾ അധികരിച്ചു വരും, വലിയ ഫിത്നകൾ വരും. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലതമതുഹു, ഈ സമുദായത്തിൽ ഒരാളെ പോലും അടി കൊടുക്കാതെ ആ ഫിത്ന വിട്ടുപോവുകയില്ല, എല്ലാവരും അടിക്കും. ഫലാ യൻജു മിൻഹാ, ഫിത്നകൾ അധികരിച്ച് കട്ടികൂടിയ ഒരു കാലത്തിൽ അകപ്പെടും. ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്താൽ അക്കാലത്ത് രക്ഷപ്പെടുകയില്ല. ഇല്ലാമൻ ദഅക ദുആഇൽ ഗരീഖ് ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങി മരിക്കുന്നവൻ ദുആ ചെയ്യും പോലെ ദുആ ചെയ്താലല്ലാതെ ആ കാലത്തെ മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുകയില്ലെന്ന് പുണ്യ റസൂൽ. ഇത് നസാഇ ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് സൊല്യൂഷൻ. ഇത് പറയാനപ്പോ ഇതൊക്കെ പറഞ്ഞ്. ഈ കാലത്ത് എന്ത് ചെയ്യണം? എല്ലാവരും ദുആയിൽ ഏർപ്പെടണം. എപ്പോഴും ദ്വാരക്കന്നെ.
ഫലാ എന്നൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ സൊല്യൂഷൻ പറയാനാണ്, പ്രശ്നം പറയാനല്ല. പ്രശ്നം പറയുന്നതിന്റെ ലക്ഷ്യമല്ല, പ്രശ്നങ്ങൾക്കൊക്കെ അറിയാം. فلا ينجو منها إلا من دعا كدعاء الغريق في البحر فلا ينجو منها ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടുകയില്ല ഇല്ലാമൻ ഒരാളല്ലാതെ അയാൾ ദുആർക്കാൻ തയ്യാറായി. ഏതുപോലെ? കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങി മരിക്കുന്നവൻ ദുആ ചെയ്യും പോലെ എന്ന് പുണ്യ റസൂൽ. നസായിലുണ്ട്, ഇബ്നു മാജയിലുണ്ട്. ഉസ്താദ്മാര് പ്രവർത്തകർ എഴുതി വെച്ചോളി. ഹദീസൊക്കെ കൃത്യമാണ്, ഹദീസല്ല കൃത്യമാണ്. ഞാൻ ഫോട്ടോസ്റ്റാറ്റൊക്കെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാം. അതൊക്കെ ഞാൻ നോക്കി വെച്ച് ഈ അടുത്ത ദിവസം വരെ നോക്കി വെച്ച ഹദീസാണ്. ഈ കാലഘട്ടത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. ശരി, ചില സന്ദർഭങ്ങൾ നബിയോട് പറഞ്ഞത് അപ്പോൾ ബോധ്യപ്പെടുക. ഫലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി. അപ്പൊ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്നാല്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ച് ദുആ എടുക്കണം. ദുആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്ന് ലാസ്റ്റ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2-3 സൊല്യൂഷൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇത് നാട്ടിലാകെ നിങ്ങൾ വിളിച്ചു പറയുകയും ഇത് നടപ്പിലെഴുത്തുകയും ഇത് നെറ്റിൽ കൊടുക്കുകയും ചെയ്ത് ഈ സൊല്യൂഷൻ പരമാവധി നടപ്പിലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാവരും എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ദ്വാരക്ക, തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരക്ക, ഭാര്യയും ഭർത്താവും. ഇപ്പോൾ അതിന് നല്ല സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ 5:30 മണിക്കേ സുബഹുള്ളൂ. എല്ലാവരും ദ്വാരക്ക, എല്ലാവരും ദ്വാരക്ക, എല്ലാവരും ദ്വാരക്ക. സമുദ്രത്തിൽ മുങ്ങി മരിക്കുന്നവനെ പോലെ ദ്വാരക്ക എന്ന് പറഞ്ഞാൽ എന്താ കാരണം? അവന്റെ ആത്മാർത്ഥത. ഒന്ന് ആത്മാർത്ഥത, പിന്നെ അവന്റെ ചടുലത. നമ്മളിപ്പോ ദ്വാ സമ്മേളനം നടത്തുന്ന സങ്കല്പിക്കുക. അവർ ദ്വാക്ക് ഒരുങ്ങാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ദ്വാക്ക് ഒരുങ്ങാണെങ്കിൽ ഷാവുല് വന്ന് പറയും, സാറേ 5 മിനിറ്റ് കൊണ്ട് നീട്ടി, രഘു എത്തിയിട്ടില്ല, മറ്റോ എത്തിയില്ല, രഘു മരിച്ചൂല. എന്താ എന്താ അപ്പൊ എന്താണ്? എന്ത് മനസ്സിലായില്ല? എന്ത്? ഫോട്ടോ പിടിക്കണം, കടലിൽ മുങ്ങി മരിക്കണം, ഫോട്ടോഗ്രാഫർ വന്നിട്ട് ദ്വാരക്ക വെക്കോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. കടലിൽ മുങ്ങി മരിക്കണം, ദ്വാരക്കാം കാത്തുക്കോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവന് സദാ നേരെ പണി എന്തെന്നെ ഇരിക്കും? ദ്വാരക്ക തന്നെ ഇരിക്കും. ഈ ഉപമയിൽ 2ാമത്തെ അർത്ഥം, മുങ്ങാനാണ് കൂടുതലും, പുറക്കെ പറയാം, മുങ്ങാനാണ് കൂടുതലും സാധ്യത, രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും ഉള്ളർത്ഥം. അത് പിന്നെ അറിയും ചെയ്യാം. അപ്പൊ അങ്ങനെ ദ്വാരക്കണം. 2, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങോട്ട് നോക്ക്. ഭരണകൂടങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രഗൽഭ ആരിഫും ഖുതുബും മഹാനുമായിരുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വരൂപിച്ച ദിക്റുകളാണ് ഹദ്ദാദ് റാത്തിബ്. എല്ലാ പള്ളിയിലും ഹദ്ദാദ് റാത്തിബ് നടപ്പിലാക്കണം. എന്താ പറഞ്ഞ നമ്മളെ പള്ളി, സുന്നി പള്ളിയിൽ എന്തിനാണ് ഹദ്ദാദ് വന്നത്? എന്താണ് നിങ്ങൾ ഇരുന്നുറങ്ങുന്നത്? എന്തിനാണ് ഭരണകൂടത്തിന്റെ പ്രശ്നങ്ങൾ അധികരിച്ചപ്പോൾ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധാരണ ജനങ്ങൾക്ക് ജീവിതം നിലനിർത്താൻ വേണ്ടിയും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഖുത്ബാനിയത്തിന്റെ മഖാമെത്തിച്ച മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആയത്തും ഹദീസും ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ ദിക്റിന്റെ സമാഹാരമാണ് എന്ത്? ഹദ്ദാദ് റാത്തിബ്. ഇപ്പൊ ഇതിന്റെ സമയമാണ്. ഭരണകൂടങ്ങൾ വളരെ ആശങ്കയുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഭരണാധികാരിയോട് പറയലാണ് ഇതിന് പരിഹാരം. ഏറ്റവും വലിയ ഭരണാധികാരി ആരാ? അല്ലാഹു. എല്ലാ ഭരണാധികാരിയുടെയും മനസ്സ് മാറ്റാൻ വലിയ ഭരണാധികാരിക്ക് കഴിയും, അള്ളാഹുവിന് കഴിയും. അതിന്റെ ദിക്റിന്റെ രീതി കണ്ടില്ലേ? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സ്വറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. ഒരു ദിക്റാണ്. എന്താ അർത്ഥം? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സ്വറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. മുസ്ലിമീങ്ങളെ പൊതു കാര്യം നീ നന്നാക്കി തരണമേ,
പ്രയാസമുണ്ടാക്കുന്നവരെ പ്രയാസം മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടണമേ. അസ്ലഹല്ലാഹു ഉമറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ പൊതുകാര്യം നീ നന്നാക്കി തരണമേ. അള്ളാഹു തിരിച്ചുവിടട്ടെ ഷർറൽ മുഅ്ദീൻ, മുഅ്ദി ബുദ്ധിമുട്ടാക്കുന്നവൻ, മുഅ്ദീൻ ബുദ്ധിമുട്ടാക്കുന്നവർ, ഷർറ് ബുദ്ധിമുട്ടാക്കുന്നവർ കൊണ്ടുവരുന്ന ഷർറിനെ മറ്റു ഭാഗത്തേക്ക് അള്ളാഹു തആല തിരിച്ചുവിടട്ടെ, എങ്ങോട്ട് വരാതിരിക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? ഒന്ന്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. ഇതും ഒരു അപൂർവ ദിക്റാണ്. കാരണം രണ്ട് തരം ഇസ്തിഗ്ഫാർ, ഒന്ന് വ്യക്തിപരം, ഒന്ന് ഏകവചനത്തിൽ, ഒന്ന് ബഹുവചനത്തിൽ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ സാധാരണ ദിക്റിൽ ഉണ്ടാവില്ല, രണ്ടും കൂടി ജമ ചെയ്യുന്ന ദിക്റില്ല. ഇത് രണ്ടും അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ. എന്തായിരുന്നു? ഞാൻ അള്ളാഹുവോട് പൊറുക്കലിനെ തേടുന്നു, ഞങ്ങളും അള്ളാഹുവോട് പൊറുക്കലിനെ തേടുന്നു. അതായത് ഞാൻ ഒറ്റക്ക് ചെയ്ത കുറ്റം, എനിക്ക് തെറ്റിയ പറ്റ് ഞാൻ സമ്മതിച്ച് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾ മൊത്തത്തിൽ പറ്റിയ തെറ്റ് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ചിലത് വ്യക്തിക്കാകും റഹ്മത്തിനെ തടയുക, ചിലത് സമൂഹത്തിനാകും റഹ്മത്തിനെ തടയുക. ഉദാഹരണം, മഴ കർക്കടക മാസത്തിൽ പോയതാണ്, 7 മാസമായി തിരിച്ചു വന്നിട്ടില്ല. കർക്കടക മാസം, കർക്കടം കഴിഞ്ഞു, ചിങ്ങം കഴിഞ്ഞു, തുലാം കഴിഞ്ഞു, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു കഴിഞ്ഞു. ഇത് മകരാണ്. മകരത്തിൽ മഴ പെയ്യാൻ പാടില്ല. മകരത്തിൽ മഴ പെയ്താൽ മകരം കെട്ട മലയാളം. അങ്ങനെയാ ഉപമ. ഇന്നലെ മഴയുടെ മാറിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ആളോട് പറഞ്ഞു, ഈ മാസം ചിലപ്പോൾ മഴ പെയ്യും സാധ്യത ഉണ്ട്. കാരണം മഴ കിട്ടാൻ പാടില്ലാത്ത നമ്മളെ അറ്റ്മോസ്ഫിയറിന്റെ രീതിയൊക്കെ അങ്ങനെ ഓരോ രീതിയുണ്ട്, ഓരോന്നൊരു രീതിയുണ്ട്. കേരളത്തിനൊരു രീതിയുണ്ട്. ഈ രീതി ഉണ്ടാക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹിന്റെ രീതിയാണത്. മകരത്തിൽ മഴ പെയ്താൽ മകരം കെട്ട മലയാളം എന്നാ പറയാം. കുംഭത്തിൽ മഴ പെയ്യണം. കുംഭത്തിൽ തുള്ളിക്ക് ഒരു കുട ഉണ്ടാവണം. അതാണ് എന്ത്? കുംഭം. കുംഭമാസത്തിൽ ഇടുന്ന തേങ്ങക്കും വലിപ്പുണ്ടാവും. ഏറ്റവും വലിയ നാളികേരം കുംഭത്തിൽ നാളികേരാണ്. അങ്ങനെയൊക്കെയാണ് കർഷകരെ കണക്ക്. അരച്ചു തിന്നണ വർത്താനല്ല പറയുന്നത്. അത് നിങ്ങൾ പോലത്തെ പോലെ വർത്താനാണ്. നിങ്ങൾക്ക് അതേ തിരിയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് കയറണം. ഇതെന്താക്കുന്ന വർത്താനാണ്? ചിന്തിക്ക്. അപ്പൊ ഇപ്പൊ 5-8 മാസമായി എന്താ മഴ ഇല്ലാത്തത്? മേഘം ഉണ്ട് എന്ന് ഖുർആനിലുണ്ട്, എപ്പോഴും ഉണ്ടാവും. കേട്ടോ ആയത്ത്. വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർള്. വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർളി. മുകളിന്റെയും താഴെയുടെയും ഇടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘവും. അപ്പോൾ മേഘം ഇവിടെ സ്ഥിരാണ്, കീഴ്പ്പെടുത്തപ്പെട്ടതാ. കീഴ്പ്പെടുത്തപ്പെട്ട മേഘം എന്ന് പറഞ്ഞാൽ പെയ്യെന്ന് പറഞ്ഞാൽ പെയ്യും, പെയ്യണ്ടെന്ന് പറഞ്ഞാൽ പെയ്യൂല. അതിന് ഈ ആയത്ത് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഓതിയാൽ വലിയ കൂലിയാണ്. എഴുതി വെച്ചോളി. മഗ്‌രിബ് നിസ്കരിച്ച് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഓടിച്ച് പറയാം. മഗ്‌രിബ് നിസ്കരിച്ച് ഇതിനു വേണ്ടി നിസ്കാരം നടത്തിയാൽ ഇതിനേക്കാൾ വലിയ കൂലിയാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞിട്ട് സ്വർഗലോകം തുറന്നു കിട്ടാൻ ഫത്ഹിന് വേണ്ടി 2 റക്അത്ത് നിസ്കാരം. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത്, പിന്നെ 163-ഉം 164-ഉം, പിന്നെ 15 ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ 1-ാമത്തെ റക്അത്ത് തീർക്കുക. എന്നിട്ട് 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആയത്തുൽ കുർസിയും ശേഷമുള്ള 2 ആയത്തും, പിന്നെ ആമന റസൂല് പൂർത്തിയാക്കുക. പിന്നെയും 15 ഖുൽ ഹുവല്ലാഹു അഹദ്. നിസ്കാരം തീർത്ത് അറ്റമില്ലാത്ത സ്വർഗ്ഗലോകം തുറന്നു കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ആരിഫീങ്ങളുടെ രീതിയാണ്. ഒരു കണ്ണും കാണാത്ത സ്വർഗത്തിൽ, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത സ്വർഗ്ഗലോകത്ത് അവൻ എത്തിച്ചേരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെ അതിൽപ്പെട്ട ആയത്തായതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. എങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും.
അങ്ങനെയും പറ്റും. അത് എന്താണ്? തിരക്കുള്ളവർക്കാണ്. തിരക്കില്ലാതെങ്കിൽ മഗ്‌രിബിന് ശേഷം ഒരു ഫാത്തിഹ, ഒരു കാഫിറൂന ഒന്നാമത്തെ റക്അത്ത്, ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു രണ്ടാമത്തെ റക്അത്ത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഇത് ഫത്ഹു ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടാനുള്ള നിസ്കാരം. ഇത് കഴിഞ്ഞിട്ട് സ്വലാത്തുൽ അവ്വാബീന, അത് കുറ്റം സമ്മതിക്കുന്ന നിസ്കാരം. അത് 6 റക്അത്താണ്. അതുകൊണ്ടാണ് മഗ്‌രിബ് മുതൽ ഇശ വരെ കണ്ണിയത്ത് സുന്നത്ത് സ്കെച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈജാതി നിസ്കാരമാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഇത് നിസ്കരിക്കുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിസ്കരിക്കുന്നവർ കൈപ്പൊക്കി 1 2 3 4 5 അൽഹംദുലില്ലാ. സുന്നത്ത് കുഴപ്പമില്ല. ഞാനും അങ്ങനെ തന്നെ നിസ്കരിക്കല്. അങ്ങനെ എല്ലാം കൊണ്ട് നേരം കിട്ടൂല, ഒപ്പിച്ചെന്ന് കൂട്ടും. അങ്ങനെ തന്നെ ചെയ്യല്. മഗ്‌രിബ് നിസ്കരിച്ചത് മനസ്സിലായ പറഞ്ഞത്? ഒരു ഫാത്തിഹ, ഒന്നാമത്തെ റക്അത്തിൽ ഒരു ഫാത്തിഹ, പിന്നെ അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത്, പിന്നെ 163 164 163 പിന്നെ 15 ബിസ്മിയോട് കൂടെയുള്ള ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ റുക്കൂഅ് സുജൂദ് കഴിഞ്ഞ് 2 റക്അത്തിൽ പ്രവേശിക്കുക. 2 റക്അത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഫാത്തിഹ ഓതി ആയത്തുൽ കുർസിയും ശേഷമുള്ള 2 ആയത്തും, പിന്നെ ആമൻ റസൂൽ ഫുള്ളും, പിന്നെ ഒരു 15 ബിസ്മിയോട് കൂടെയുള്ള ഖുൽ ഹുവല്ലാഹു അഹദ്. ഓരോന്നിനും ബിസ്മിയില്ല, അങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ്. ചിന്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽപ്പെട്ടതാണ്. ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്തിൽ വെള്ളത്തിനെ പറ്റി 2 വട്ടം പറയുന്നുണ്ട് ഈ ആയത്തിൽ. ഏത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ وبث بها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض إن في ذلك لآية لقوم يعقلون. ചിന്തിക്കുന്നവർക്ക് ഇതിൽ പാഠമുണ്ട്. വെള്ളത്തെ 2 വട്ടം പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു ആകാശത്ത് വെള്ളം ഇറങ്ങാൻ, രണ്ടാമത്തിൽ പറഞ്ഞു വെള്ളം ഇറങ്ങണ പറയണില്ല. വസ്സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർളി, മുകളിന്റെയും താഴെയുടെയും ഇടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘം ഇവിടെ സദാസമയവും ഉണ്ടാവും. പക്ഷെ അള്ളാന്റെ കൽപ്പന ഉണ്ടെങ്കിലേ മേഘം എന്താവുള്ളൂ? പെയ്യുള്ളൂ. അത് സാമൂഹികമായ കുറ്റത്തിന്റെ അടിസ്ഥാനമാണ്. സാമൂഹികമായ കുറ്റം അധികരിക്കുമ്പോൾ മഴ മുടങ്ങും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഉറക്കപ്പറ. സാമൂഹികമായ കുറ്റം അധികരിക്കുമ്പോൾ സാമൂഹികമായ ഒരു കുറ്റമാണ് എന്ത്? ഇങ്ങോട്ട് നോക്കിയടാ സാമൂഹികമായ കുറ്റം ഞാൻ പറഞ്ഞുതരടാ. സാമൂഹികമായ കുറ്റം ഇങ്ങോട്ട് പറഞ്ഞോളി. മലബാറിൽ സാമൂഹികമായ കുറ്റം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നട്ടപ്പാതിരക്ക് പന്ത് കളിക്കാൻ ചെറുപ്പക്കാരെ പള്ളി കമ്മിറ്റി അനുവദിച്ചു. അതിന് ശിക്ഷ ഉണ്ടാവും. പന്ത് കളി രാത്രിയാക്കിയത് നമ്മളെ സമാനിൽ മാത്രമാണ്. പന്ത് കളി ഉണ്ട്, എപ്പല്ല, രാത്രിയില്ല. അങ്ങനെയാണ്. ഇതൊക്കെ പള്ളി കമ്മിറ്റിക്കാർ നോക്കി നിന്നു. ഒരു ഉപദേശിക്കാൻ പോലും ആളുണ്ടായില്ല. രാത്രിയെപ്പറ്റി കാവൽ ചോദിക്കണമെന്ന് സൂറത്ത് അത് ഓതിയിട്ടാണ് ഇവന്റെ യോഗം തുടങ്ങുക അല്ലേ? എന്താണ് പോട്ടനെ പോലെ ഇരിക്കണ? വന്നിട്ട് രാവിലെ പോട്ടനെ പോലെ ഇരിക്കണം. എന്തിനാ ഇവിടെ വന്നിട്ട്? നിങ്ങളെ പള്ളി കമ്മിറ്റി ഒക്കെ കൂടുമ്പോ ഒരു ദ്വാരക്കണിന് മുമ്പ് രാത്രിയെപ്പറ്റി കാവലിനെ തേടുന്ന സൂറത്ത് ഓതും. അപ്പുറത്ത് കുട്ടികൾ വന്നിട്ടുണ്ടാവും. രാത്രിയെപ്പറ്റി കാവൽ ചോദിക്കാതെ ഒരു വയറ് നമ്മൾ തുടങ്ങില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതാണ് ആ സൂറത്ത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഗാസ്. എന്താ അതിന്റെ അർത്ഥം പറയാം. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, പ്രഭാതത്തിന്റെ രക്ഷിതാവോട് ഞാൻ കാവൽ ചോദിക്കുന്നു. പിന്നെ മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച വസ്തുവിനെ കൊണ്ട് എനിക്കുണ്ടാകുന്ന ഉപദ്രവത്തെ തൊട്ട്. പിന്നെ വമിൻ ശർരി പറയടാ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. എന്താർത്ഥം? രാത്രിയുടെ ഇരുട്ടിന്
കട്ടി കൂടിയാൽ ഉണ്ടാകുന്ന ആപത്തിനെ തൊട്ടു. അപ്പോൾ രാത്രി എന്തിനുള്ളതാണ്? ആപത്തിനുള്ളതാണ്. എന്ത് അർത്ഥം വെക്ക്, എന്താ നോക്കിയിരിക്കണം? അർത്ഥം വെക്ക്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, രക്ഷിതാവ് പടച്ച ഏത് വസ്തുവിന്റെയും ഉപദ്രവം എനിക്ക് ഏൽക്കുന്നതിനെ തൊട്ട്. പിന്നെ ഓത്, എന്താ നോക്കിയിരിക്കും? ഓത്. പിന്നെന്താ? വമിൻ ശർരി വാസിഖിൻ ഇദാ വഖബ, രാത്രിയുടെ ഇരുട്ടിന് കട്ടി കൂടിയാൽ വരുന്ന ആപത്തിനെ തൊട്ട്. ഇന്ന് ചില നാട്ടിൽ വയറിന് എന്നാൽ ഇവര് നമ്മളങ്ങനെ നേരം വൈകിക്കും. സാറേ ഒന്ന് നിങ്ങൾക്ക് ഏത് നേരം വയറിലല്ലേ, നിങ്ങൾ ലേശം ഒന്ന് ഇരിക്കി, നിങ്ങൾ ലേശം കഞ്ഞി കുടിക്കി, നിങ്ങൾ കുറച്ചൊന്ന് നിൽക്കി, ഇതിങ്ങനെ പറയും. 9-9:30 മണിയായ അവര് പറയും 10 മണി വരെ പന്തളിയുണ്ട്. നമ്മൾ ദ്വാരന്നുണ്ടാവുമ്പോഴത്തേന് കുട്ടികൾ വരും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എത്രയോ സ്ഥലത്ത് ഈ അനുഭവം കൊല്ലണ്ടായി. മഴയില്ല. അതിനിടയിൽ 1-2 തുള്ളി വീണപ്പോ കമ്മിറ്റിക്കാരനോട് വന്ന് പറഞ്ഞു, ദ്വാരക്ക് ഇത് കൊളാകരുത് ടോൺ. അതായത് സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനിടയിൽ മഴ പെയ്തപ്പോ കമ്മിറ്റിക്കാരനോട് വന്ന് പറഞ്ഞു, ഒന്ന് ദ്വാരക്കണേ, ഇത് കൊളാകരുത്. അതായത് മഴ പെയ്തിട്ടാ തുള്ളി എത്തിപ്പോകരുതേ, നമ്മൾ വയറിന് നടക്കണ്ടേ, അപ്പുറത്ത് കുട്ടികളെ കളി നടക്കണ്ടേ. എങ്ങനുണ്ട്? എടാ, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പായയിൽ വരസ്യാൽ നിസ്കാരത്താമ്പ് ഉണ്ടാവും. അതുകൊണ്ടൊന്നും സ്വർഗത്ത് പോകാൻ കഴിയൂല. എന്നോട് നന്ദിയിലെ ബഷീർ പറഞ്ഞ ഒരാളുണ്ട്, നമ്മള് ഇടക്കിടക്ക് ഞാൻ വണ്ടി കയറ്റും. അപ്പൊ ഇന്നലെ ബഷീർ എന്നോട് പറയാണ്, അയൽവാസി വേറെ അയൽവാസി നിസ്കരിക്കാത്ത ഒരാള് ഒരിക്കൽ ഈമാൻ ചൂടായിട്ട് അങ്ങനെ തറാവിയെ 30 നിസ്കാരത്തിന് വന്നപ്പോ പിറ്റേന്ന് മറ്റേ അയൽവാസി പറഞ്ഞത് ഇത്രേ, മഹമ്മൂദെ ഏതായാലും പിന്നെ എന്ത് ചെയ്യ്, പിന്നെ സ്റ്റുഡിയോ പോയിട്ട് എൻ്റെ ആ ഫോട്ടോ ഒന്ന് എടുത്തു വെച്ചാളാ, ഏറ്റവും ചുരുങ്ങിയത് മുങ്കർ നക്കീറിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഇനിയിപ്പോ അതായത് അടുത്ത റമദാനിലെല്ലാം ജീവിച്ച് വരുള്ളൂ. അതിന്റെ ഇടയ്ക്ക് മരിക്കുകയാണെങ്കിൽ ഈ തയമ്പൊക്കെ പോകും. നീ എന്തിന് അടുത്ത റമദാനപ്പോ ഇന്നെ പെരുന്നാളിന്റെ അന്ന് പറഞ്ഞു മഹമ്മൂദ് ഫോട്ടോ ഒന്ന് എടുത്തു വെച്ചാളാ, കാരണം അതിന്റെ ഇടയ്ക്ക് അടുത്ത റമദാനെ മുമ്പ് മരിച്ചു പോവുകയാണെങ്കിൽ മുങ്കർ നക്കീറിന് കാണിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞതുപോലെ. അള്ളാഹു തആല കാക്കട്ടെ. ചിന്തിക്ക്. രാത്രിയൊക്കെ തൊട്ട് കാവലെത്തോടണം എന്ന് ഖുർആനിലുണ്ട്. ഇത് ഓതാത്തൊരു സദസ്സ് നമുക്കില്ല. ഇവിടെ ഓതിയിട്ടുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രിയുടെ ഇരുട്ട് കട്ടി കൂടുന്നതിനനുസരിച്ച് വന്നു പോകുന്ന ആപത്തുപദ്രവത്തെ തൊട്ട് ഞാൻ അള്ളാഹുവോട് കാവൽ ചോദിക്കുന്നു. പകലിൽ അങ്ങനെ ഒരു ദുആ ഇല്ല. എന്തുകൊണ്ട്? പകൽ രാത്രിയെ പോലെയല്ല. ഏറ്റവും പേടിക്കേണ്ട സമയം രാത്രിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ വളരെ ചിന്തിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പള്ളികളിൽ മുഴുവനും ഉസ്താദ്മാര് രാത്രി പന്ത് കളിക്കെതിരെ വയലു പറയണം. 1, എല്ലാ പള്ളിയിലും രാത്രി പന്ത് കളിക്കെതിരെ വയലു പറയാം. 2, എല്ലാ പള്ളിയിലും എന്ത് സ്ഥാപിക്കണം? ഹദാദ് സഭ. എല്ലാ പള്ളി. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി എന്താ? 1, വെള്ളമില്ല. വെള്ളം ഈ നിലക്ക് പോയി ഇപ്പോൾ തന്നെ ഏകദേശം കിണറുകൾ വറ്റി. ഇനി എന്താവും? അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനിയിപ്പോ ഈ നിലക്ക് പോവുകയാണെങ്കിൽ സാധാരണ രീതി അനുസരിച്ച് ജൂണിലല്ലേ മഴ പെയ്യേണ്ട, ഇടയ്ക്ക് ഇനി 3-4 മാസം ഉണ്ടല്ലോ. എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് വെള്ളം തരട്ടെ. അള്ളാഹു നിഅമത്തായ വെള്ളത്തിനെ ഇറക്കി തരട്ടെ. അപ്പൊ നമ്മള് അത് ചിന്തിക്കണം. ഇത്തരം പ്രയാസങ്ങൾ ഇവിടെ ഈ 4 ഭാഗത്ത് മുസ്ലിമീങ്ങൾക്കുള്ള ക്ഷതങ്ങൾ, പ്രയാസങ്ങൾ ഏറെയേറെ. അതിന്റെ പുറമേ സാമ്പത്തിക പ്രയാസമാകട്ടെ മുസ്ലിമീങ്ങൾക്കിടയിൽ എല്ലാവർക്കും ഇടയിൽ വല്ലാതെ കറങ്ങും. പിന്നെ മറ്റുള്ളവർക്ക് അതിന് പരിഹാരം ഉണ്ടാകും. ഹറാമ് കൊണ്ടും ഓട്ടയടക്കാം. നമുക്കത് പറ്റൂല, നമുക്കത് നടക്കൂല. പണം പിൻവലിച്ചപ്പോൾ ചില മുതലാളിമാര് എന്ത് ചെയ്ത് 1 കോടിയാണ് കൊടുത്തിട്ട് 70 ലക്ഷം വാങ്ങിയോ? വാങ്ങിയില്ലേ? എത്രയോ വാങ്ങി.
ഇതിന് ഇസ്ലാമിക ശറഅയിൽ ഹറാം എന്ന് പറയും. ഇത് ഹറാമാണ്, ഇത് പലിശയാണ്. എന്ത് 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 പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ നിങ്ങളെ പള്ളിക്കല മൂലയോട് ചോദിച്ചു നോക്കി. ഇന്നോട് മാത്രം ചൂടാണ്ട, നിങ്ങളെ പള്ളിക്കല മൂലയോട് ചോദിക്കി. അങ്ങനെ തന്നെ 1,00,000 ഉറുപ്പിക കൊടുത്തിട്ട് 1 ഉറുപ്പ്യ കുറച്ച് വാങ്ങിയാൽ അത് പലിശയാണ്. 1,00,000 1 കോടി ഉറുപ്പ്യാണ് കൊടുക്കുക, 70 ലക്ഷം വാങ്ങുക. ഇത് നടന്നില്ല നമ്മളെ നാട്ടിൽ കച്ചവടം? പറയും മനുഷ്യന്മാര്, എത്ര നടന്നു? ഹറാമല്ലേ കച്ചവടം? താനി ഹറാമല്ലേ അത്? അതൊക്കെ ഈ വകുപ്പുണ്ടാക്കണ്ട. അതിനാണ് പരീക്ഷണം എന്ന് പറയുന്നത്. അതിനാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ഇത് പരീക്ഷണമാണ്. 1 കോടിയാണ് കൊടുക്കുക, 70 ലക്ഷം വാങ്ങുക. ഫിഖ് ചോദിച്ചു നോക്കി. എന്താണ് നിങ്ങൾ സമസ്ത ഫത്വ കമ്മിറ്റിക്ക് എഴുതി ചോദിക്കി. നിങ്ങൾ ഇന്ന മേൽ കണ്ണൂരിട്ടല്ലേ, ഇവിടെ സമസ്ത ഉണ്ടല്ലോ, നന്ന് എഴുതി ചോദിക്കും ഫത്വ കമ്മിറ്റിക്ക്. അത് ഹലാലാണ് ഫത്വ കമ്മിറ്റി വരട്ടെ. ഇത് പരീക്ഷണല്ലേ? മറ്റുള്ള പലർക്കും പലതിനെയും മറികടക്കാൻ പറ്റും, നമുക്കതിന് മറികടക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? നമുക്ക് ഹലാലല്ലാത്ത കച്ചവടം പറ്റൂല. കച്ചവടങ്ങൾ പോലും ഭയപ്പെടേണ്ട ഒരു കാലത്തേക്ക് പ്രവേശിച്ചു. കാരണം കച്ചവടത്തിൽ നല്ലൊരു ശതമാനം കബളിപ്പിക്കൽ കയറി. അതുകൊണ്ട് കച്ചവടക്കാരനും കുറ്റത്തിൽ നിന്ന് ഒഴിവാകൂല. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് നല്ല ഒരു കച്ചവടം, ഫ്രൂട്ട്സ് കച്ചവടം ഈ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ കച്ചവടം ഉണ്ടായി, നിനക്കറിയില്ല മോനെ? ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് വന്ന് പറഞ്ഞു കബളിപ്പിക്കൽ ഉണ്ട്, എന്താ വേണ്ടത്? ഞാൻ കബളിപ്പിക്കലുണ്ടെങ്കിൽ കച്ചവടം സഹിയാവൂല, കച്ചവടം നിർത്തി ആയിരക്കണക്കിന് ദിവസം വരുമാനമുള്ള കച്ചവടം നിർത്തി. ഫ്രൂട്ട്സ് കച്ചവടം കബളിപ്പിക്കലിലൂടെ അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. നിർത്തി. ഇവിടെ ഉണ്ട് ആള്. ഈ ആള് ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇന്നുണ്ടാവും. ഇന്നലെയും കൂടി അവനെ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലേ? ഇവിടെ ഉണ്ടാവും. ഇന്നലെ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഉണ്ടാവും. വമ്പൻ വരുമാനം. എല്ലാം അങ്ങനല്ലേ? എല്ലാം എന്താ ഇന്നത്തെ കോഴി കച്ചവടത്തിന്റെ അവസ്ഥ? എന്താണ് ഇന്നത്തെ കോഴിയുടെ അവസ്ഥ? കോഴിയിൽ ചില പ്രത്യേകമായ മരുന്ന് കൊടുക്കുക. ഇത് ഹോൾസെയിൽ മാർക്കറ്റിൽ അറിയും, റീറ്റെയിൽ മാർക്കറ്റിലും അങ്ങനെ തന്നെയല്ലേ? പറയും മനുഷ്യന്മാര് അല്ലേ? ഈ ഹോർമോൺ ആകട്ടെ തിളപ്പിച്ചാൽ പോലോട്ട് ചാവൂല. അങ്ങനെ തന്നെയല്ലേ ഡോക്ടറെ? പറയും അങ്ങനെ തന്നെയല്ലേ? എന്തൊക്കെ അപകടം! ഒരാള് കള്ള് കുടിക്കുമ്പോഴത്തിന് 10 ആള് നരകത്ത് കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാള് കള്ളുടിക്കുമ്പോഴത്തിന് 10 ആള് നരകത്ത് കിടക്കും. അതെങ്ങനെയാ? കള്ളുണ്ടാക്കാൻ വേണ്ടി മുന്തിരി കൃഷി നടത്തിയവന്, അതിനുവേണ്ടി നിലം ഉഴുതോന്, അതിനുവേണ്ടി പരാഗണ പ്രവർത്തനങ്ങൾ നടത്തിയവന്, മണി പിടിപ്പിക്ക തൊഴിലാളി, പിന്നെയോ അർത്തെടുത്തോന്, പിന്നെയോ ഫീൽഡിൽ നിന്ന് മുന്തിരി ഏറ്റിക്കൊണ്ടുവന്നോന്, പിന്നെയോ അതിന് മാർക്കറ്റ് ഒരുക്കി കൊടുത്തോന്, അതായത് പീടിയ വാടക കൊടുത്ത വാടകക്കാരൻ, പിന്നെ ഈ സാധനം കള്ളുണ്ടാക്കുന്നിടത്തേക്ക് ചുമന്നുകൊണ്ടുപോയാണ്, പിന്നെയോ ഇതിന്റെ ചേരുവകൾ ഒപ്പിച്ചു കൊടുത്തോന്, പിന്നെ അത് പൊതു മാർക്കറ്റിൽ കൊണ്ടുവന്നോന്. അവസാനത്തെ ഒരാൾ എന്ത് ചെയ്യും? കുടിക്കും. അപ്പോഴത്തിന് 10 ആൾ നരകത്ത് കിടക്കുന്ന റസൂലുള്ളാഹ്. ഒരാള് കള്ള് കുടിക്കുമ്പോഴത്തിന് 10 ആൾ നരകത്ത് കിടക്കും. ഏറ്റവും വലിയ തിന്മയാണ് ഭക്ഷണ സാധനത്തിൽ കലർത്തുന്ന മായം. വല്ലാത്ത തിന്മയാണ്, ഭയങ്കര തിന്മയല്ലേ? കാരണം അള്ളാഹുവിന്റെയും അള്ളാഹിന്റെ റസൂലിന്റെയും മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും മുഴുവൻ ശാപമുണ്ടാവും ഭക്ഷണത്തിൽ മായം കലർത്തുന്നവർക്ക്. അത് ഏറ്റവും വലിയ തെറ്റാണ്. എന്തിലല്ലാത്തത്? അതുകൊണ്ടാണ് ഇനി വിളിച്ചാളേ, എടാ ഇങ്ങനെ സുഖാണെങ്കിൽ പിന്നെ എന്ത് പ്രശ്നമുള്ളത്? അസ്വാബിറു അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജമർ. തീക്കട്ടകൾ പിടിച്ചവനെ പോലെയാകും അവസാനത്ത് ദീനനുസരിച്ച് നിൽക്കല്. തീക്കട്ടല്ല, കട്ടകൾ. ജമ്രത്തിന്റെ ബഹുവചനമാണ് ജമർ.
ജംറത്ത് തീ കഷ്ണം, കനൽ കട്ട, ജമർ കട്ടകൾ. അസ്വാബിറു അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജമർ. ഒന്നിനും പറ്റൂല, ഒന്നിനും പറ്റില്ല, അവിടെ കൊടുങ്ങ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വാഴ അങ്ങോട്ട് കൊലക്കണോടുകൂടെ കുരലിലേക്ക് ഫുരുടാൻ കലക്കിണ്ട് ഒഴിക്കും. എന്നിട്ട് അത് സ്വയം അങ്ങോട്ട് തിടം വെക്കും. 2-2.5 കായ കൊണ്ട് 1 കിലോ തൂങ്ങും. ഒരു പെരിച്ചായി ചട്ടത്ര ഉണ്ടാവും. ഒരു വാഴപ്പഴം, പഴയകാല വാഴപ്പഴം സാധുവല്ലേ? ആണോ അല്ലേ? അല്ലേ? നിങ്ങൾ ചിന്തിക്ക്. ചില ആളുകൾ കുപ്പായം കഴിച്ചിട്ട് തടിയില്ലാതെ ആയാൽ എന്റെ വല്യമ്മ പറയും പൂവൻ വാഴക്ക തോലൊളിച്ച പോലെയാണ്. മനസ്സിലായില്ല? കുപ്പായം കഴിച്ചു നോക്കുമ്പോ ആളുമില്ല. നമ്മളെ നാടൻ ഒരു കീടനാശിനി ഇല്ലാതെ ഒറിജിനൽ മണ്ണിൽ വളരുന്ന ഈ പഴം ഇന്നും അങ്ങനെയാണ്. അത് ചീന്തിയാൽ തിന്നാൻ വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ആ സാധനാണ് ഒരു ചീർത്തിട്ട് ഒരു പൂച്ച ചത്ത അത്ര വലിപ്പുണ്ടാവും. എന്ത്? ഒരു പഴം. 2 പഴം വെക്കുമ്പോൾ അല്ലേ മക്കളെ? സത്യല്ലേ നിങ്ങൾ പറയും? ഇത് വിൽക്കണമെന്ന് അറിയില്ല. ഇതിൽ കൃത്രിമുണ്ട്, കൃഷി ചെയ്യുമെന്ന് അറിയില്ല. കൃത്രിമുണ്ട്. ഓനല്ലേ കൃഷി കയറ്റണം, ഇവനല്ലേ ചെയ്യണത്. ഒക്കെ അങ്ങനെയല്ലേ? ഒരാൾ കള്ളുടിക്കുമ്പോൾ 10 ആൾ നിരക്കത്ത് കിടക്കണം. ഇവിടെയാണ് നിയമബാധകല്ലേ? കൃത്രിമം ചെയ്യാതെ നടക്കൂലാണ് അല്ലേ? അങ്ങനെ നോക്കിങ്ങളല്ലേ നോക്കിങ്ങൾ എന്താ പറയണ വർത്താനം. അച്ചാർ പറഞ്ഞ നിങ്ങൾ കേട്ടോ? സത്യം സത്യം. അല്ല, മൂപ്പരെ കുറ്റം പറഞ്ഞ കാര്യമല്ല, മൂപ്പര് നേരാണ് പറഞ്ഞത്. അല്ല, അച്ചാർ പറഞ്ഞ കാര്യമാണ്. കൃത്രിമം കയറ്റിയില്ലെങ്കിൽ പീടിയക്കാർ വാങ്ങൂല. അത് എളുപ്പം കേടോ? അങ്ങനെ അങ്ങനെ നോക്കി നിങ്ങൾ പറയുന്നു. അച്ചാറല്ലതാണ്, പക്ഷെ എന്താവില്ല. അതിന് കൃത്രിമം കയറ്റിയില്ലെങ്കിൽ പീടിയക്കാർ വാങ്ങൂല. എങ്ങനെ പറയും നിങ്ങൾ. ആ 10 കിലോക്ക് 1 ഗ്രാമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? കേരളത്തിൽ മൊത്തവും അത് ചേർത്താത്ത അച്ചാർ വരും. കറക്റ്റ്. അൽഹംദുലില്ലാ. അച്ചാറിന്റെ ഹക്കീക്കത്ത് മനസ്സിലാക്കി തന്നത് അൽഹംദുലില്ലാ. അതെങ്കിലും തിന്നല്ലോ. വല്ല സാരിയങ്ങളുണ്ടെങ്കിൽ വാങ്ങും, മറ്റേ വാങ്ങൂല. അല്ല നോക്കി ആകെ ഒരു ദിവസം നടന്നിട്ട് വണ്ടി വിട്ടു പോവുക. അത് സത്യം. ചിന്തിക്ക്, എന്നിട്ടല്ല ചിന്തിക്ക്. അപ്പൊ നോക്കി നിങ്ങളെ. പക്ഷെ ഇതൊക്കെ വലിയ കൃത്രിമല്ലേ? കച്ചവടം ശരിയായാലോ, കച്ചവടം ശരിയായ ഒരു വയറിനും ഒന്നും വേണ്ട, ഒരു ഫർള് മാത്രം നിസ്കരിച്ചാൽ മതി കച്ചവടം ശരിയായാൽ. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ അന്ത്യനാളിൽ നബിമാരുടെ കൂടെയാണ്. എന്ത് വർത്താനപ്പ പറഞ്ഞ്? عن أبي سعيد الخدري قال قال رسول الله صلى الله عليه وسلم التاجر الصدوق الأمين مع النبيين يوم القيامة. അത്താജിറു ഒരു കച്ചവടക്കാരൻ, സ്വദൂഖു സത്യസന്ധനും അല്ലമീനു വിശ്വസ്തനുമായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യിന യൗമൽ ഖിയാമ അന്ത്യനാളിൽ നബിമാരുടെ കൂടെയായിരിക്കും എന്ന് പുണ്യ റസൂൽ.
പക്ഷെ അങ്ങനത്തെ ഒരാള് ഉണ്ടാവില്ല. നബിമാരെ ബഹുവചനമാക്കി പറഞ്ഞ മുഹമ്മദ് മുസ്തഫ കച്ചവടക്കാരനെ ഏകവചനത്തിലാണ്. കളി കളിച്ച കണ്ടില്ല നിങ്ങള്? നബിമാരെ ബഹുവചനത്തിൽ പറഞ്ഞ റസൂലുള്ള കച്ചവടക്കാരനെ ഏകവചനത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട്? അതൊരു സമാനിൽ ഒരാൾ ഉണ്ടെങ്കിലുണ്ടോ. എന്നാൽ പിന്നെ പറഞ്ഞു അത്തുജാർ, അത്തുജാർ ബഹുവചനം, അത്തുജാർ തകൂനു ഫുസാഖൻ യൗമൽ ഖിയാമ, കച്ചവടക്കാർ അന്ത്യനാളിൽ തമ്മാടികളെ കൂട്ടത്തിലായിരിക്കും. അവിടെ ബഹുവചനം, ഇവിടെ ഏകവചനം. എന്ത് വർത്താനാണ് ഈ കേൾക്കുന്നത്? അത്തുജാറു അത്തുജാറു തകൂനു ഫുസാഖൻ യൗമൽ ഖിയാമ, കച്ചവടക്കാർ അന്ത്യനാളിൽ തമ്മാടികളായിരിക്കും. തമ്മാടികളെ കൂട്ടത്തിലെ കച്ചവടക്കാരുണ്ടാവുള്ളൂ. എന്നാൽ അത്താജിറു, അത്താജിറു ഒരു കച്ചവടക്കാരൻ, അസ്സദൂഖു സത്യസന്ധൻ, അൽ അമീനു വിശ്വസ്തൻ, മഅൻ നബിയ്യീന വസ്ദിഖീൻ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും കൂടെ യൗമൽ ഖിയാമ അന്ത്യനാളിൽ വരും. അത് അപൂർവ ഒരാളായിരിക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ എവിടെയും പ്രശ്നമല്ല. അപ്പൊ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി മറ്റു പലർക്കും മറികടക്കാൻ കഴിയും പോലെ ആർക്ക് കഴിയില്ല? നമുക്ക് കഴിയില്ല. നമുക്ക് പ്രശ്നമാണ്. നമുക്കതൊന്നും നടക്കും. നമുക്ക് വളരെ ചിന്തിക്കണം. നമുക്ക് എന്താ ചെറിയ പലിശ പോലും ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാണ് റസൂലുള്ള. ചെറിയ പലിശ ഉമ്മയെ വ്യഭിചരിക്കും പോലെയാണ്. ഇനി എന്താ അതിന്റെ അപ്പുറം പറയണ്ട്? റിബ, പലിശയിൽ ഏറ്റവും ചെറിയ പലിശ ഉമ്മഹു, ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമമാണെന്ന് പുണ്യ റസൂൽ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവസാനിപ്പിക്കാം. മോമിനീങ്ങളെ, മരണപ്പെട്ടു പോയ കൂട്ടുമല ബാപ്പ മുസ്ലിയാർക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യും. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഈ സൊല്യൂഷൻസ് എല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾ പള്ളികളിൽ കൃത്യമായും ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റി 2-3 ആഴ്ച ഉസ്താദുമാർ വയറു പറയാം സാഹചര്യം. എന്നിട്ട് ഈ പ്രതിസന്ധിയിലുള്ള സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ കുതിര കളിക്കാൻ പാടില്ല. ഇപ്പൊ ഒരാളും കുതിര കളിക്കരുത്. ഇപ്പൊ രാത്രിയായ ദ്വാരക്കേണ്ട സമയമാണ്. കാരണം ഇങ്ങനത്തെ ഒരു കാലം അടുത്തൊന്നും വന്നിട്ടില്ല. വെള്ളം മഴയില്ലായ്മ മാത്രമല്ല, എവിടെയും പ്രശ്നമാണ്. എവിടെയും പ്രയാസമാണ്. എവിടെയും എന്തൊക്കെയാണ് വരുന്നത് എന്ന് അറിയൂല. അത്രയും വലിയ പ്രയാസമാണ് ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങൾക്ക്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അള്ളാഹിനോട് എപ്പോഴും നട്ടപ്പാതിരക്ക് പറയണം, കളി രാത്രിയിലെ പന്ത് കളി മലബാറിൽ ഒഴിവാക്കണം. അതിൽ സംഘടന പ്രവർത്തകന്മാരൊക്കെ ഇടപെടണം. ഇതിൽ നല്ല ദഅവത്ത് നടത്തണം. അവരെ തല്ല ചീത്തറിയൊന്നുമല്ല വേണ്ടത്. അവർക്ക് നല്ല നല്ല വാക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ദഅവത്ത് ചെയ്യണം. എല്ലാ പന്ത് കളി കേന്ദ്രങ്ങളിലും അവരെ ആളുകളെ വിളിച്ച് പ്രബോധനം ചെയ്യണം. പള്ളികളിൽ ഉസ്താദുമാര് നിരന്തരമായി ഈ വയറു പറയണം. 1. രണ്ടാമത്തത്, പള്ളികളിൽ ഹദ്ദാദിനെ നടപ്പിലാക്കണം. ഭരണാധികാരികൾ അക്രമികളാകുമ്പോഴാണ് എന്ത് വന്നിട്ടുള്ളത്? ഹദ്ദാദ് വന്നിട്ടുള്ളത്. അത് നടപ്പിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ പരമാവധി ഹലാലായ മാർഗത്തെ അവലംബിക്കണം. അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. അല്ലാഹു തആല പ്രശ്നങ്ങളെ പരിഹരിച്ചു തരട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പരിശുദ്ധ ഹളറത്തിലേക്കും ബാപ്പ മുസ്ലിയാരുടെ സ്വഹീഫത്തിലേക്കും വേണ്ടി അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.